ആരാ ചെയ്യുന്നേ? പിന്നെ ആര് ചെയ്യും? നമ്മളല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ ആരാ ചെയ്യുന്നേ? ആ എന്താ കൃഷ്ണ, പ്രകൃതിയുടെ 3 ഗുണങ്ങൾ. പ്രകൃതിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. കണ്ടടേ, നമ്മളല്ല ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ബ്രെയിനിൽ വന്ന് തോന്നുന്നെങ്കിൽ, നമുക്ക് ഇന്നത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളല്ല. ആര് കൺട്രോൾ ചെയ്തിട്ടാണ്? പ്രകൃതി കൺട്രോൾ ചെയ്യുന്നു. പ്രകൃതിയുടെ ഏത് ഗുണങ്ങൾ? 3 ഗുണങ്ങളുണ്ട്. സാത്വികം, രാജസികം, താമസികം. ഈ 3 ഗുണങ്ങൾ കൺട്രോൾ ചെയ്യും. ശരി, ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി വന്നു കൂടുന്നത് കൺട്രോൾ ചെയ്യാൻ? നമ്മുടെ ശരീരത്ത് വന്നെങ്കിലേ കൺട്രോൾ ചെയ്യാൻ. ഫുഡിലൂടെ. ഇവൻ പതുക്കെ നമ്മുടെ ഫുഡിൽ കയറും. മനസ്സിലായോ? ഈ സാധനം നേരെ ഫുഡിൽ കയറി വന്നിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ്, അപ്പോഴാണ് പറയുന്നത് ഐ ആം എ കോംപ്ലാൻ ബോയ്. വളർച്ച, ഹൈറ്റ് വെച്ചിങ്ങനെ, ഐ ആം എ കോംപ്ലാൻ ബോയ്, നോ ഐ ആം എ കോംപ്ലാൻ ഗേൾ. ആ പരസ്യം എത്ര പേര് കണ്ടിട്ടുണ്ട്? അഡ്വർടൈസ്മെന്റ് ആരും കണ്ടിട്ടില്ല. പണ്ടത്തെ പരസ്യം. നന്ദകിഷോർ കണ്ടിട്ടുണ്ടോ? ഒരു ബ്രദറും സിസ്റ്ററും നിൽക്കും. രാവിലെ കോംപ്ലാൻ കുടിക്കാൻ വലിയ പാടാ. അപ്പം പറയും ഹൈറ്റ് വെക്കാൻ കോംപ്ലാൻ കുടിച്ചാൽ മതി. അപ്പം ബ്രദർ പറയും ഐ ആം എ കോംപ്ലാൻ ബോയ്, നോക്ക് സ്കെയിലൊക്കെ വെച്ചിട്ട് ഇത്രയും ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അനബിയെ പോലെ അടുത്ത സിസ്റ്റർ വരും, നേരെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിച്ചിട്ട് പറയും ഐ ആം എ കോംപ്ലാൻ ഗേൾ. കാലം കൊണ്ട് ഉന്തിച്ചിട്ട് കാണിക്കും, ഞാനാണ് വളർന്നെന്ന് പറയും, ഹൈറ്റ് കൂടിയെന്ന് പറയും. അപ്പം ഇതെല്ലാം പറ്റിയത് ഫുഡ്. ആ ഫുഡിന്റെ ഗുണമാണ് ഈ ഹൈറ്റ് കൂട്ടിയത്. അതേപോലെ ഇപ്പം ബ്രഹ്മി കഴിക്കൂ, ബ്രെയിൻ ഡെവലപ്മെന്റ് ആവും. ഓക്കെ, അപ്പൊ ആ ഫുഡിന്റെ ക്വാളിറ്റിയാണ് ബ്രെയിൻ ഡെവലപ്പ് ആയത്. അപ്പം ആഹാരത്തിന്റെ ഗുണങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ഡിസൈഡ് ഏത് തരത്തിലുള്ള ആഹാരമാണ്, വാട്ട് കൈൻഡ് ഓഫ് ഫുഡ്സ് വി ഷുഡ് ഈറ്റ്. എങ്ങനെയുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞത് അവ്യാന് വേണ്ടിയിട്ടും ലിൻസിക്ക് വേണ്ടിയിട്ടുമാണ്. മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ നേരെ പോകുന്നത്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച രാമായണത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു മാസം രാമായണ കഥകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, അതിനു മുമ്പ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എന്റെ ആധ്യാത്മിക ഗുരുനാഥൻ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്പിരിച്വൽ മാസ്റ്റർ വിജ്ഞാനമാകുന്ന
വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് ദീപശിഖ കൊണ്ട് എന്റെ കണ്ണുകൾ തുറന്നു. ദേഹത്തിന് ഞാൻ എന്റെ ആദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീ ഗുരു വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണലളിത ശ്രീവിശാഖ അന്യതാംച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ രാധാകാന്ത നമോസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി
ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ മൂകം കരോതി വാചാരം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയതി. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിഡ്സ് ആൻഡ് കൃഷ്ണയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. അവ്യാൻ ഹരേ കൃഷ്ണ. അഭിനവ് ഹരേ കൃഷ്ണ. അനബി ഹരേ കൃഷ്ണ. നന്ദകിഷോർ ഹരേ കൃഷ്ണ. നവൽ കിഷോർ ഹരേ കൃഷ്ണ. ജിൻസി ഹരേ കൃഷ്ണ. ആദ്യ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രീതമാതാജി ഹരേ കൃഷ്ണ. വർണ്ണേഷ് ഹരേ കൃഷ്ണ. ഓക്കെ, എനിക്ക് തോന്നി, സംശയം തോന്നി. ചാരുത ചാരുത ഹരേ കൃഷ്ണ. ചാരുത ഹരേ കൃഷ്ണ. രാഖി രാശി ഹരേ കൃഷ്ണ. രാഹുൽ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹൃഷികേഷ് എത്തിപ്പോയി. ഋഷികേഷ് എത്തിപ്പോയി. ഹരേ കൃഷ്ണ. സ്വാഗതം. ഓക്കെ, ഇവിടെ കഴിഞ്ഞ ആഴ്ച വളരെ മനോഹരമായിട്ട് രാമായണത്തിന്റെ കഥകൾ ഇങ്ങനെ കേട്ടു. ഓക്കെ, ശരിയല്ലേ? രാമായണം എഴുതിയതാരായിരുന്നു? വാൽമീകി മഹർഷിയുടെ ഏത് ബർത്തിലാണ്? ഫസ്റ്റ് ബർത്ത് ഏതായിരുന്നു? കാട്ടാണ്. പേരെന്തായിരുന്നു? രത്നാകരൻ. അപ്പം നമ്മുടെ ലൈഫില് നമുക്ക് എത്ര ബർത്ത് വേണം? എത്ര ബർത്ത് വേണം? കൺഫ്യൂസ്ഡ് ആയോ? വാൽമീകിക്ക് എത്ര ബർത്ത് ഉണ്ടായിരുന്നു? 2 ബർത്ത്. അപ്പൊ നമുക്ക് എത്ര ബർത്ത് വേണം? 2 ബർത്ത്. അതെങ്ങനാ 2 ബർത്ത് ആവുന്നത്? നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ടാ 2 സെക്കൻഡ് ബർത്ത് വരുന്നത്. അവിടെയാണ് കൺഫ്യൂസ്ഡ് ആയതല്ലേ? ആ രണ്ടാമത്തെ ബർത്തിനെ നമ്മള് ദ്വിജൻ എന്ന് പറയും. രണ്ടാമത്തെ ജന്മം ദ്വിജൻ. എഴുതി വെച്ചോളൂ. ദ്വിജൻ. ദ്വൈതം. രണ്ടാമത്. ജൻ ജന്മം, ബർത്ത്. ദ്വിജൻ, രണ്ടാമത്തെ ബർത്ത്. അപ്പം ആദ്യത്തെ പേര് രത്നാകരൻ. നമ്മളെല്ലാവരും രത്നാകരന്മാരായിട്ടാണ് ജനിക്കുന്നത്. അതായത് ഒരു സെൻസും ഇല്ലാതാ ജനിക്കുന്നത്. കഴിക്കരുത്, ഇല്ല ഞാൻ കഴിക്കും, നോ സെൻസ്. പറയും ഐസ്ക്രീം കഴിക്കരുത്, തണുപ്പാണ്, ഐസ്ക്രീം കഴിക്കരുത്, നോ 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 നോ, ഞാനിപ്പോ കഴിക്കും. അപ്പം സെൻസ് ഇല്ലാതെ വളരുന്നു. അപ്പം ഇത് രത്നാകരന്റെ ജന്മം, കാട്ടാളന്റെ ജന്മം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവത്ഗീതയൊക്കെ പഠിച്ച്, ഭാഗവതമൊക്കെ പഠിച്ച്, ഹരേ കൃഷ്ണ മഹാമന്ത്രമൊക്കെ പഠിച്ചു വരുമ്പം 10 ഐസ്ക്രീം കൊണ്ടുവച്ച് എനിക്കിപ്പോ വേണ്ട, ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം. കൺട്രോളായി, ഭയങ്കര കൺട്രോളായി നമുക്ക്, ഇല്ലേ? ഭയങ്കര കൺട്രോളായി, അല്ലേ? ഞാൻ രാവിലെ കഴിക്കുന്നില്ല, ഞാൻ ഇത്തിരി കഴിഞ്ഞ് കഴിക്കും. ഇല്ലടാ നീ കഴിക്കടാ, 10 വേറെ ഇരിപ്പുണ്ടാ ഫ്രിഡ്ജ്. നോ എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഭയങ്കര കൺട്രോളാണ്. നാവിന് വെള്ളം വരത്തേ ഇല്ല. അപ്പം
രണ്ടാമത്തെ ജന്മമായി. അതായത് വാൽമീകിയുടെ ജന്മമായി. ഇതിനെയാണ് ദ്വിജൻ. അപ്പൊ രണ്ടാമത്തെ ജന്മം എങ്ങനെയാ വരുന്നത്? നമ്മള് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പഠിക്കും. എങ്ങനെ പഠിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്പിരിച്വൽ മാസ്റ്റർ എൻ്റെ കണ്ണുകൾ ദീപശിഖ കൊണ്ട് തുറന്നു. അപ്പം അതായത് നമുക്കൊരു ആത്മീയ ഗുരു ആവശ്യമാണ്. സ്പിരിച്വൽ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യുമ്പം, സമീപിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ജന്മമായി. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ലൈഫിൽ എത്ര ജന്മമുണ്ട്? 2. 2 ജന്മം. നവൽ കിഷോർ ഹരേ കൃഷ്ണ, 2 ജന്മം, 2 ബർത്ത്സ്. ഇപ്പൊ നമുക്ക് ഏത് ബർത്താണ്? രണ്ടാമത്തെ ബർത്താണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. ഓക്കെ, ആയി വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് രണ്ടാമത്തെ ബർത്തിൽ പേര് മാറുന്നത്. ആ സ്പിരിച്വൽ മാസ്റ്റർ പേരെടുത്ത് മാറ്റിക്കളയും കേട്ടോ. അപ്പോഴാണ് എൻ്റെ പേരതെന്നറിയാമോ? രണ്ടാമത്തെ പേര് അറിയാമോ? മുരളീനാഥ്. മുരളീനാഥ് കൃഷ്ണദാസ്. കൃഷ്ണന്റെ ദാസനാണ്, ഭഗവാന്റെ ദാസനാണ് എന്ന് പറയും. ഇത് രത്നാകരന്റെ നിയമമാണ്. ഓക്കെ, അപ്പൊ ഒന്ന് പറയുന്നത് പോലെ 2 ജന്മം വന്നു. 2 ജന്മം വന്നു. അപ്പൊ ഈ രണ്ടാമത്തെ ജന്മത്തില് അപ്പൊ എങ്ങനെ വന്നു രണ്ടാമത്തെ ജന്മം? രണ്ടാമത്തെ ജന്മത്തിലെ ക്വാളിറ്റി എന്തായിരുന്നു? രത്നാകരൻ കാട്ടാളൻ. കൺട്രോൾ ഉണ്ടാവും. കൺട്രോൾ ഉണ്ടാവും. മറ്റെന്തായിരുന്നു? പിടിച്ചു പറിക്കും, കള്ളം പറയും, ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ കൊല്ലും, മൃഗങ്ങളെ കൊല്ലും, പക്ഷികളെ കൊല്ലും. ഒന്നും കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല. കുളിക്കത്തൊന്നുമില്ല, ആകെ പ്രശ്നം. ടു ബാഡ് സ്മെൽ. കുളിക്കത്തില്ല, ഒന്നുമില്ല. അപ്പൊ ആരെങ്കിലും കുളിക്കാതിരുന്നു കഴിഞ്ഞാൽ രത്നാകരനെ വിളിക്കാം കേട്ടോ. കള്ളം പറഞ്ഞ രത്നാകരനെ വിളിക്കാം. അപ്പം അങ്ങനെ വാൽമീകി സത്യസന്ധനായിട്ട് മാറി, എ ഹോണസ്റ്റി പേഴ്സൺ. അതെങ്ങനെ മാറി? രാമനാമം രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമം. രാമ എന്ന് വിളിച്ചു. രാമ 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 എന്ന് വിളിച്ചു. രാമ എന്ന് വിളിച്ചപ്പോഴത്തേന് ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിച്ചു. അങ്ങനെ അവന് നല്ലൊരു ബുദ്ധി കൊടുത്തു. അപ്പൊ നമുക്ക് നല്ല ബുദ്ധി വേണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ വിളിക്കണം. അപ്പൊ കലിയുഗമായപ്പോഴത്തേന്, ഇപ്പൊ ഏത് യുഗം? കലിയുഗം. കലിയുഗം. ഇപ്പൊ ത്രേതായുഗത്തിലാണ് ശ്രീരാമചന്ദ്രൻ വന്നത്. അതറിയാമല്ലോ. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം കൂടെ വന്നു, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ ത്രേതായുഗത്തിനും ദ്വാപരയുഗത്തിനും ഒരു കണക്ഷൻ ഉണ്ട്. ശ്രീരാമചന്ദ്രനാണ് വീണ്ടും ദ്വാപരയുഗത്തിൽ കൃഷ്ണനായിട്ട് വരുന്നത്. അപ്പൊ ഒരു കണക്ഷൻ ആയില്ലേ? നമ്മൾ ആരെ കലിയുഗത്തിലാണ് നിൽക്കുന്നത്, ഇല്ലേ? അപ്പ എന്ത് ചെയ്തു? നമ്മൾ രണ്ടുപേരെയും വിളിച്ചു. നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാ കേട്ടോ. നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാ. നമ്മൾ രണ്ടുപേരെയും വിളിച്ചു, കൃഷ്ണനെയും രാമനെയും വിളിച്ചു. എങ്ങനെ വിളിച്ചു? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ എങ്ങനെ വിളിച്ചേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ രാമ, രാധാറാണി എൻ്റെ അടുത്ത് വരണേ, എന്നെ സഹായിക്കണേ, എനിക്ക് നല്ല ബുദ്ധി തരണേ, എൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ആകണേ, എനിക്ക് വളരണേ. ഇതിനാണ് നമ്മൾ വിളിക്കുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അല്ലേ? അപ്പം അങ്ങനെ വാൽമീകിക്ക് നല്ലൊരു പേര് വന്നു. ഇനി കൃഷ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാമനെ വിളിച്ചു കഴിഞ്ഞാൽ രാമൻ വിളി കേൾക്കും.
എന്താ ഉറപ്പ്? ഞാൻ പറയുന്നു കേൾക്കത്തില്ലെന്ന്. എത്ര പേര് നമ്മൾ കൃഷ്ണനെ വിളിച്ച അല്ലെങ്കിൽ രാമനെ വിളിച്ച കേൾക്കൂ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഓക്കെ, ആദ്യ അഭിനവ്, അനവില്ല അല്ലേ? അനവിയുടെ കയ്യാ അല്ലേ? അനവിയുടെ ആദ്യ, അപർണേഷ്, രാശി, രാഹുൽ മുങ്ങിപ്പോയോ? ഓക്കെ, അവ്യാൻ, ചാരുത, അചൽ കൃഷ്ണൻ, ഹരേ കൃഷ്ണ. ഋഷികേശന് സംശയം അല്ലേ? ഹരേ കൃഷ്ണ. ആ പ്രീതമാതയുടെ അടുത്തൊരു ചെറിയൊരു മകനുണ്ടല്ലോ, ആരാണ്? ഹരേ കൃഷ്ണ, ചേച്ചിയുടെ മോന്റെ മോനാണ്. ചേച്ചിയുടെ മോന്റെ മോൻ എന്താ? വാസുദേവ്. വാസുദേവ്. ഓ, സൂപ്പർ പേരല്ലേ വാസുദേവ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഇല്ല, 4 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ ജസ്റ്റ് 4 വയസ്സായിട്ടില്ല. അപ്പൊ നമുക്ക് കഥകളൊക്കെ പറഞ്ഞ് കേൾക്കാം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം മിനിറ്റ് രാമായണം പറയാൻ പറഞ്ഞ് എല്ലാരും പഠിച്ചിട്ടില്ലേ? എത്ര പേർക്ക് പറയാം? 3 മിനിറ്റ് രാമായണം പറയണമെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് പറയാൻ പറ്റും? രാമായണത്തെ കുറിച്ച് 3 മിനിറ്റ് പറയണം. എത്ര പേർക്ക് പറയാൻ പറ്റും? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തന്നല്ലേ? 15 മിനിറ്റ് വരെ പറയാൻ പറഞ്ഞില്ലേ? സബ്ജക്ട് കിട്ടിയില്ലേ? ദശരഥന്റെ കാര്യം പറഞ്ഞു, വാൽമീകിയുടെ കാര്യം പറഞ്ഞു ഇല്ലേ? കാർമിക് റിയാക്ഷൻ പറഞ്ഞു. കർമ്മഫലം. എന്താണ് രാമായണത്തിന്റെ ഫസ്റ്റ് ഒറിജിൻ? എവരി ആക്ഷൻ ഈസ് ഹാവിംഗ് opposite reaction, ഓപ്പോസിറ്റ് ആൻഡ് equal reaction. റിയാക്ഷൻ. അതാണ് രാമായണം. വൺ സെന്റൻസിൽ പറയണം, അതാണ് രാമായണം. ദശരഥന് ശിക്ഷ വന്നു ഇല്ലേ? അറിയാതെ ചെയ്തതാണ്, പക്ഷെ പനിഷ്മെന്റ് കിട്ടി. രാവണന് പനിഷ്മെന്റ് കിട്ടിയില്ലേ? റിയാക്ഷൻ അല്ലേ? ബാലിക്ക് പനിഷ്മെന്റ് കിട്ടി, റിയാക്ഷൻ അല്ലേ? എവരി ആക്ഷൻ ഈസ് ഹാവിംഗ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. അതാണ് രാമായണം. അപ്പം രാമായണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പറഞ്ഞുകൂടെ? പിന്നെ നമുക്ക് ദശരഥനെ പറ്റി ഓർമ്മ വരും. ഇപ്പൊ ദശരഥന്റെ കഥ പറയും, വാൽമീകിയുടെ കഥ പറയും, ലവകുശന്റെ കഥ പറയും അല്ലേ? ലവകുശന്റെ കഥ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നോ? ഇല്ല. ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താ? ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ കേൾക്കുമോ ഇല്ലയോ? എല്ലാരും കേൾക്കും എന്ന് പറഞ്ഞു. ചുമ്മാതെ പറഞ്ഞതാണോ അതോ വിശ്വാസം കൊണ്ട് പറഞ്ഞതാണോ? വിശ്വാസം കൊണ്ട് പറഞ്ഞതാണ്. വെരി ഗുഡ്. 2 കഥ ഞാൻ പറയാം. ലവനെയും കുശനെയും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആരാ ലവനും കുശനും? ശ്രീരാമന്റെ ലവനും കുശനും എവിടാ വളർന്നത്? കുട്ടിക്കാലം എവിടാ? വാൽമീകിയുടെ ആശ്രമത്തിലായിരുന്നു. അപ്പം അവിടായിരുന്നു ലവന്റെയും കുശന്റെയും ഗുരുകുലം. അപ്പൊ ലവന്റെയും കുശന്റെയും ഗുരു ആരാ? വാൽമീകി മഹർഷി. നോട്ട് ചെയ്യണം. അപ്പം അറിയാമെങ്കിലും നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എവിടെങ്കിലും പോയി പറയുമ്പോൾ പെട്ടെന്ന് നോക്കി സംസാരിക്കാൻ പറ്റും. അതാണ് നോട്ട് ചെയ്യുന്നതിന്റെ ഗുണം. നമുക്കറിയാം കഥകളല്ല, പക്ഷെ പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എത്ര സബ്ജക്റ്റ് ഉണ്ട് നമ്മൾ എഴുതി വെക്കണം. നമുക്കറിയാം ബൈ ഹാർട്ടാണ് എത്ര സബ്ജക്റ്റ് ഉണ്ടെന്നുള്ളത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ പോയിന്റ്. നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെക്കണം, ഇത്രയും സബ്ജക്റ്റ് എനിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ വീണ്ടും നമുക്കൊരു കോൺക്രീറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇത്രയും സബ്ജക്റ്റ് പഠിക്കാൻ. ഇനി നെക്സ്റ്റ് പേപ്പറിൽ എഴുതണം, ഈ ടേമില് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്. നോട്ട് ഡൗൺ ചെയ്യണം. ഇനി 2,
അടുത്ത നെക്സ്റ്റ് പേജിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ ഈ ചാപ്റ്ററിൽ എത്ര ഭാഗങ്ങൾ പഠിക്കാനുണ്ട് എഴുതി വെക്കണം. ഇതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, ഇതിനകത്ത് എന്തൊക്കെ ഡിസ്കഷൻ ചെയ്യാനുണ്ട് എഴുതി വെക്കണം. ഇങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരും, ഓ ഫസ്റ്റ് ചാപ്റ്റർ, ഓക്കെ, ഇതിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതാണ് എൻ്റെ ആക്ടിവിറ്റീസ്, ഇതാണ് എൻ്റെ പ്രൊജക്ട്, ഇതാണ് എൻ്റെ ഡിസ്കഷൻ പോയിന്റ്സ്, ദീസ് ആർ ദ ക്വസ്റ്റ്യൻ, ദീസ് ആർ ദ ആൻസേഴ്സ്, ഫിനിഷ്. 100%. എത്ര സുഖമാ. അതുപോലെ എഴുതി വെക്കണം. ദേവദർശ് വന്നു. ദേവദർശ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ എന്താ പറഞ്ഞു വന്നത്? ലവകുശൻ. ലവകുശൻ വാൽമീകിയുടെ ആശ്രമത്തിൽ വളർന്നു. അവിടുന്ന് ഇതേപോലെ ഭഗവത്ഗീതയൊക്കെ പഠിച്ച്, ഭാഗവതം പഠിച്ച്, ശ്രീരാമചന്ദ്രനെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് രാമായണത്തിന്റെ കഥകള് ഇങ്ങനെ പാടി 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 ഒരു ദിവസം എവിടെത്തി? അയോധ്യാപതി രാം രാമ 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 രാം. എത്ര പേർക്കറിയാം പാട്ട്? എനിക്കറിയത്തില്ല. ആദ്യം അറിയാമോ? രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര രഘുവീര രഘുരാമ രഘുവീര രഘുരാമ രഘുവീര. എത്ര പേര് കേട്ടിട്ടുണ്ട്? എല്ലാരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ പാട്ട്. കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇല്ല? അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച പാട്ട് പഠിക്കാം. രാമചന്ദ്ര രഘുരാമ അടുത്ത ആഴ്ച പഠിക്കാം. ഓക്കെ? അപ്പം ഇങ്ങനെ പാടി 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 ഈ ലവനും കുശനും അയോധ്യയിലെത്തി. ദ ക്യാപിറ്റൽ ഓഫ് മിഥിലാപുരി, അയോധ്യയിലെത്തി. അയോധ്യയിലെത്തി ശ്രീരാമചന്ദ്രൻ ഈ പാട്ട് കേട്ട്. ശ്രീരാമചന്ദ്രൻ പാട്ട് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രന് ഭയങ്കര അട്രാക്ഷനായി. എന്നിട്ട് എന്ത് ചെയ്തു? ശ്രീരാമചന്ദ്രൻ അവിടെ രാജാവ്. ശ്രീരാമചന്ദ്രൻ തന്നെ പുറത്ത് വന്ന്, അയോധ്യ കൊട്ടാരത്തിന്റെ പുറത്ത് വന്നിട്ട് ഈ ലവനെയും കുശനെയും ആരി പുണർന്ന് ഉമ്മ വെച്ചിട്ട് ഹഗ് ചെയ്തിട്ട് കൊണ്ടുപോയി ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന സിംഹാസനത്തിലിരുത്തി, രാജാവിന്റെ സിംഹാസനത്തിലിരുത്തി. അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ വരും, നമ്മളെ എടുത്തോണ്ട് പോകും, ഭഗവാന്റെ അടുത്ത് കൊണ്ടിരുത്തും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് എവിഡൻസ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കേൾക്കും. ദിസ് ഈസ് ദ ഫസ്റ്റ് എവിഡൻസ്, വൺ ഓഫ് ദ ഫസ്റ്റ് എവിഡൻസ്. ഓക്കെ? നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കേൾക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൺ ആൻസർ. എവിഡൻസ് ആണ്. ലവനും കുശനും ഉണ്ടായിരുന്നു. ലവനും കുശനും പാടിപ്പാട് നടക്കുന്നുണ്ടായിരുന്നു. ലവനെയും കുശനെയും ശ്രീരാമചന്ദ്രൻ ഇത് കേട്ടിട്ട് വിളിച്ചുകൊണ്ട് വന്ന് ശ്രീരാമചന്ദ്രന്റെ സിംഹാസനത്തിൽ തന്നെ ഇരുത്തി. ഇനി രണ്ടാമത്തെ വേറൊരു എവിഡൻസ് ഉണ്ട്. അഹല്യ എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ? ഒരു കഥാപാത്രത്തെ കേട്ടിട്ടുണ്ടോ? അഹല്യ. ആരാ അഹല്യ? ഗൗതമ മഹർഷിയുടെ ഭാര്യ. ഗൗതമ മഹർഷിയുടെ ഭാര്യ. അതവിടെ നിൽക്കട്ടെ. ഓക്കെ? ഇനി യുഗങ്ങളെ പറ്റി പറയുകയാണ്. ഓക്കെ? ഇനി അതവിടെ നിൽക്കട്ടെ.
ഗൗതമ മഹർഷിയുടെ ഭാര്യ അഹല്യ. നോട്ട് ദ പോയിന്റ്. അഹല്യ ബ്രാക്കറ്റില് ഗൗതമ മഹർഷിയുടെ ഭാര്യ. ഓക്കെ, വൈഫ് ഓഫ് ഗൗതമ മഹർഷി. അതവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എത്ര യുഗങ്ങളുണ്ടെന്നുള്ളത്. അവിയാൻ ഉറക്കം വരുന്നോ? എത്ര യുഗമുണ്ട്? 4 യുഗങ്ങൾ. വെരി ഗുഡ്. ഏതൊക്കെയാ യുഗം? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗം അഥവാ കൃതയുഗം. സത്യയുഗം. പിന്നേതാ? ത്രേതായുഗം. ത്രേതായുഗം. പിന്നെ ദ്വാപരയുഗം. ദ്വാപരയുഗം. പിന്നെ കലിയുഗം. കലിയുഗം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഓക്കെ, ഇപ്പൊ 4 യുഗങ്ങളായി. ശരിയല്ലേ? ആദിക്കും ഉറക്കം. ശരിയാണ്. രാത്രി കിടക്കാൻ 12 മണി 2 മണിയാവും അല്ലേ? ആദ്യ ഹരേ കൃഷ്ണ അല്ലേ? എല്ലാവരും ലേറ്റ് സ്ലീപ്പാണ് അല്ലേ? ഓക്കെ, 4 യുഗങ്ങൾ. ആദ്യത്തെ യുഗത്തിന്റെ പേരെന്താ? സത്യയുഗം. 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 രണ്ടാമത് വന്ന യുഗം ഏതാ? ത്രേതായുഗം. മൂന്നാമത് വന്ന യുഗം ഏതാ? ദ്വാപരയുഗം. നാലാമത് വന്ന യുഗം ഏതാ? കലിയുഗം. കലിയുഗം. സത്യയുഗം വന്നിട്ട് രണ്ടാമത് വന്നത് ത്രേതം. ത്രയംബകം കേട്ടിട്ടുണ്ടോ? ത്രയംബകം. എന്താ ത്രയംബകം? പരമശിവന്റെ വില്ല്. പരമശിവന്റെ വില്ല്. ആരൊടിച്ചു? ആരാ ഒടിച്ചേ? ശ്രീരാമചന്ദ്രൻ. വെരി ഗുഡ്. അപ്പം ഈ ത്രയംബകം എന്ന് പേര് വരാൻ കാരണം ത്രയംബകം. എത്ര പേര് സംസ്കൃതം പഠിച്ചിട്ടുണ്ട് ഇവിടെ? ഒരുപാട് പേര് സംസ്കൃതം പഠിക്കാൻ പോകുന്നു. എന്താണ് ത്രയംബകം? യെസ്, 3 മടക്കുകള് ഉണ്ട് അല്ലേ? ഒരു 3 ഫോൾഡിങ്സ് ഉണ്ട് ആ വില്ലിന്. അതുകൊണ്ട് ത്രയംബകം എന്ന് പേര് വന്നു. ഓക്കെ, അപ്പൊ ത്രേതായുഗം. അപ്പൊ എന്താ സംഭവം? 3ാമത്തെ യുഗം അല്ലേ? അങ്ങനല്ലേ? അല്ലേ? അതെ. ത്രേതായുഗം 3ാമത്തെ യുഗം. ഫസ്റ്റ് യുഗം എന്ന് നമ്മള് സത്യയുഗത്തെ പറഞ്ഞ് രണ്ടാമത്തെ യുഗം വരുന്നതിന് പകരം 3ാമത്തെ യുഗം എന്നാണ് പേരിട്ടത്. രണ്ടാമത്തെ യുഗത്തിന് ത്രേതായുഗം എന്ന് പറഞ്ഞു. ഇതെന്താ ഇങ്ങനെ? മൊത്തം കൺഫ്യൂസായി. എന്നിട്ട് 3ാമത്തെ യുഗത്തിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞത്? ദ്വാപരം. ദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞത് ദ്വിജന്മം, രണ്ട്. ദ്വാപരം 2. ആദ്യത്തെ യുഗം കഴിഞ്ഞ് രണ്ടാമത്തെ യുഗത്തിന് 3ാമത്തെ യുഗം എന്ന് പേരിട്ട് 3ാമത്തെ യുഗം വന്നിട്ട് 2ാമത്തെ യുഗം എന്നും പേരിട്ട്. അതെന്താ? 1 3 2. കൺഫ്യൂസ്ഡ് ആണ്. എന്താ ഇങ്ങനെ? ഇവർക്കൊന്നും ഒരു സയൻസേ അറിയത്തില്ല, ഒരു ലോജിക്കും അറിയത്തില്ല ഇല്ലേ? ശരിയല്ലേ? പണ്ട് സ്കൂളില് നമ്മുടെ ഈ ശാസ്ത്രമേള എന്ന് പറയും ഇല്ലേ? എന്താ അതിന് പേര് പറഞ്ഞത്? സയൻസ് മേള. ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? സയൻസ് എക്സിബിഷൻ അല്ലേ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, മലയാളത്തിൽ പറയണം. അറിയാമോ? 1 2 എത്ര പേർക്ക് എണ്ണ അറിയാം? എനിക്കറിയാം. ഒന്ന് പറഞ്ഞു. ഓക്കെ, ഒന്ന് പറഞ്ഞേ. 1 2 3 4 5 6 മതി 10 വരെ മതി. ഓക്കെ, ഒന്നുകൂടെ നന്ദകിഷോർ കൂടെ ചെല്ലിയേ. നിർത്തി 1 2 3 4 5 6 7 8 9 10. 9 10. ഇനി ആർക്കറിയാൻ ചെല്ലാൻ 1 2 എന്ന്?
1 2 3 4 5 6 7 8 9 10 10 ഞാൻ 1 2 3 4 5 6 7 8 9 10 ഇല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? ഓക്കെ. ഞാൻ പാടട്ടെ പ്ലീസ്. ആ 1 2 3 4 5 6 7 8 9 ഓക്കെ. ഇനി പറയാൻ പോകുന്നത് 1 2 3 ഒരു ഞാന് 1 2 3 4 5 എന്ന് നേരെ എഴുതി. എങ്ങനെ വായിക്കും? 1 2 3 4 5 6 8 ലെറ്റേഴ്സ് അല്ല വായിക്കാൻ, ചേർത്ത് എങ്ങനെ വായിക്കും? ഒരു സംഖ്യയായിട്ട് എങ്ങനെ വായിക്കും? 1002. 1000 1200. 12,345. 12,345. ഓക്കെ. ഞാൻ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കാം. 345. ഓക്കെ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പം 5 എന്ന് പറയുന്നത് ഏതാ സ്ഥാനം? ആ നമ്പറിന്റെ സ്ഥാനം എന്താ? അത് യൂണിറ്റ് ഡിജിറ്റ് ആവും. വൺസ്. സെക്കൻഡിന്റെ സ്ഥാനം? 4ന്റെ സ്ഥാനം എന്താ? പിന്നെ എങ്ങനെ? 10ന്റെ സ്ഥാനം 10. ഓക്കെ. 3യുടെ സ്ഥാനം എന്താ? 100. എഗ്രീഡ് ആണല്ലോ. ഇനി നമ്മൾ താഴോട്ട് ഇടുക. 1 2 3 4 5 6 7 8 9 10. 10 എങ്ങനെ വന്നു? 10ന്റെ സ്ഥാനം ഉണ്ടായത് കൊണ്ടെന്നല്ലേ നമ്മൾ 10 വായിച്ചത്, അല്ലേ? ശരിയല്ലേ? ഭഗവത്ഗീത പഠിക്കാൻ വന്നിട്ട് മാത്സ് പഠിക്കും. നമ്മള് താഴെ 10 എന്ന് എഴുതിയത് 1 0 10 അല്ലേ? 10 എന്ന് എഴുതി വായിക്കുന്നത് 1 0 അല്ലേ? അതെ ബ്രോ. പറയൂ. അതെ. 2 പൊസിഷൻ ഉണ്ട്. ഒന്ന് 0യും പിന്നെ ലെഫ്റ്റിൽ 1ഉം അല്ലേ? 2 സ്ഥാനമുണ്ട്. അതായത് 1ന്റെ പൊസിഷനും ഉണ്ട്, 10ന്റെ പൊസിഷനും ഉണ്ട്, അല്ലേ? അതുകൊണ്ട് 10 എന്ന് വായിച്ചു, അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് 10. പിന്നെ എങ്ങനെ മലയാളത്തിൽ 9ന് 10 എന്ന് വന്നത്? 10ന് 10 എന്ന് പറഞ്ഞു. 9 എന്തെങ്ങനെ വന്ന്? 9 എന്ന് പറഞ്ഞാൽ പോരെ? 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞാൽ പോരെ? 10 എന്നെങ്ങനെ കൂട്ടി വന്ന് 10 എന്ന് വന്ന്? കൺഫ്യൂസ്ഡ് ആണല്ലേ? 10ന് മുമ്പാണ് 9 ഉള്ളത്. അതെ, പക്ഷെ 10ന്റെ സ്ഥാനം എന്തിനാ പറഞ്ഞത്? 10 എന്ന് പറഞ്ഞ എന്തിനാ? 9 എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? ബ്രില്യൻ സ്റ്റുഡൻസ് അന്ന് ചോദിച്ചൊരു ചോദ്യമാണ് സയൻസ് എക്സിബിഷനിൽ. ഓക്കെ, ആൻസർ എങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ലോജിക്ക് കാണും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ യുഗത്തിന് സത്യയുഗമെന്നും, രണ്ടാമത് വന്ന യുഗത്തിനെ 3-ാം യുഗമെന്നും, 3-ാമത് വന്ന യുഗത്തിനെ 2-ാം യുഗമെന്നും പേരിട്ടു. ശരിയല്ലേ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ശരിയല്ലേ പറഞ്ഞേ? അതിനും ഒരു കാരണമുണ്ട്. എവരിത്തിങ്, ഈച്ച് ആൻഡ് എവരിത്തിങ് ദേർ സേ എ റീസൺ. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണങ്ങൾക്കും കാരണനായ ഭഗവാൻ. എഴുതി വെച്ചു, ഇത് എഴുതി വെച്ചു, ഈ 2 വരി. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഇതാരാ പറഞ്ഞത്? ബ്രഹ്മാവ്. ലിവിംഗ് പ്രഭു ഒന്നുകൂടെ പറയാമോ? ഈശ്വര പരമകൃഷ്ണ അപ്പം രാമായണം
രണ്ടാമത്തെ ദിവസവും സംസാരിക്കാനുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി എല്ലാവരും സ്പീച്ച് ചെയ്യാൻ പോയാൽ മതി കേട്ടോ. എല്ലാവരും റീച്ച് ചെയ്യാൻ പോകണം കേട്ടോ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. അവിയാൻ 4 യുഗത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ യുഗം സത്യയുഗം, രണ്ടാമത്തെ യുഗത്തിന് നമ്മൾ 3-ാം യുഗം എന്ന് പേരിട്ടു, ആയ ത്രേതായുഗം. തേർഡ് യുഗത്തിന് നമ്മൾ ദ്വാപരയുഗം എന്ന് പേരിട്ടു, അതായത് 2-ാം യുഗം എന്ന് പേരിട്ടു. എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ആ റീസൺ, കാരണത്തിന്റെ കാരണം ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. അപ്പം ഇനി നമ്മൾ പുറമോട്ട് വരികയാണ്. അഹല്യ ടെങ് ഈ നാടകത്തിന്റെ 3-ാമത്തെ പാർട്ടിലോട്ട് വരാൻ പോവുകയാണ്. കർട്ടൻ പൊങ്ങുന്നതിന് മുമ്പായിട്ട് മുമ്പിലുള്ള എല്ലാ ലൈറ്റുകളും അണച്ചു എന്ന് ഞങ്ങളെ സഹായിക്കണം. എന്നാലും ഞങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ. സ്റ്റേജിൽ മാത്രം ലൈറ്റ് മതി. ഇല്ലേ? നാടകം കാണാൻ പോയിട്ടുണ്ടോ? തിയേറ്ററിൽ പോയിട്ടില്ലേ? തിയേറ്ററിൽ പോയി. അപ്പൊ തിയേറ്ററിൽ പോകും സിനിമ തുടങ്ങുമ്പോ എങ്ങനെ? ബാക്കി എല്ലായിടത്തും ഇരുട്ടല്ലേ? ഓക്കെ, ശരി. അപ്പം അഹല്യ എന്ന ഗൗതമ മഹർഷിയുടെ ഭാര്യ ഒരു ദിവസം, ഗൗതമ മഹർഷി വളരെ വലിയൊരു മുനിയായിരുന്നു. ഗൗതമ മഹർഷി രാവിലെ പ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്തം എത്ര മണിയാരംഭം? ബ്രഹ്മമുഹൂർത്തം 3 to 5, 3 മണി മുതൽ 5 മണി വരെ സമയത്തിനെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. എഴുതി വെച്ചു. 3 to 5 ബ്രഹ്മമുഹൂർത്തം. നമ്മളെല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ 3 to 5 സരസ്വതി യാമത്തിലെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം. സരസ്വതി യാമം എപ്പോഴാ? 5 to 6 സരസ്വതി യാമം. നല്ല കഥയായി. 5 മണിക്ക് എഴുന്നേൽക്കണം സരസ്വതി യാമം. അപ്പോഴാണ് നമ്മൾ പഠിക്കാനിരിക്കേണ്ടത്. സരസ്വതി ദേവി നമ്മളെ കടാക്ഷിക്കും, നമ്മളെ അനുഗ്രഹിക്കും. സരസ്വതി യാമത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റും. അതായത് വൈകിട്ട് പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ രാവിലെ എഴുന്നേറ്റ് വായിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. വൈകിട്ട് 10 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തെങ്കിലേ നമുക്ക് ബൈഹർട്ട് ആവത്തോളെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മതി, നമുക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായി? ഷോർട്ട് കട്ട് പറഞ്ഞു തന്നേ. രാവിലെ എഴുന്നേക്കണം. അപ്പം ഈ ഗൗതമ മഹർഷി രാവിലെ എഴുന്നേറ്റിട്ട് നദിയിൽ കുളിക്കാൻ പോയി. റിവറിൽ കുളിക്കാൻ പോയി. ഈ സമയത്ത് ഇന്ദ്രനെ കേട്ടിട്ടുണ്ടോ? ഇന്ദ്രൻ, ദേവേന്ദ്രൻ. ഈ ഇന്ദ്രൻ ഗൗതമ മഹർഷിയുടെ വേഷത്തിൽ എവിടെ വന്നു? ഈ അഹല്യയുടെ അടുത്ത് വന്നു. അഹല്യ ചോദിച്ചു, ഇപ്പോഴങ്ങോട്ട് പോയതല്ലേ ഉള്ളു, പെട്ടെന്ന് കുളിച്ചിട്ട് വന്നു എന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചെന്ന് പറഞ്ഞു. നോക്കണേ എങ്ങനെ കളിപ്പിക്കുന്നെന്ന്. ഇന്ന് ഞാൻ നേരത്തെ വന്നു പറഞ്ഞു. വേഷം മാറി വന്നു. അതിന് ഫാൻസി ഡ്രസ്സൊക്കെ ഇങ്ങനെയാണ്. ഗൗതമ മഹർഷി കുളിക്കാൻ പോയപ്പം ഗൗതമ മഹർഷിയുടെ വേഷത്തില് ആര് വന്നു? ഇന്ദ്രൻ വന്നു. ഇന്ദ്രൻ വന്നിട്ട് അഹല്യ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് കുളിച്ചിട്ട് വന്നു എന്ന് ചോദിച്ചു. ഞാൻ ഇത്ര പെട്ടത്തിൽ നേരത്തെ കുളിച്ചിട്ട് വന്നു, ചില പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അഹല്യ എന്ത് ചെയ്ത് പാലൊക്കെ കാച്ചി കൊടുത്തു. ഗൗതമ മഹർഷി ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞിട്ട് പാലൊക്കെ കാച്ചി കൊടുത്ത് വെൽക്കം ചെയ്ത് അവിടെ ഇരുത്തി കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ഇന്ദ്രൻ അതൊക്കെ കുടിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഗൗതമ മഹർഷി രാവിലെ വന്നു, കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പം ഇതെന്താ സംഭവം? നേരത്തെ പോയി കുളിച്ചിട്ട് നേരത്തെ വന്നിട്ട് വീണ്ടും പോയി കുളിച്ചു എന്ന് ചോദിച്ചു. എങ്ങനെ? ഞാൻ ഇപ്പോഴല്ലേ വരുന്നത്, പിന്നെ നേരത്തെ വന്നതാ. നേരത്തെ ഞാൻ വന്നിട്ടില്ല, നിങ്ങളെ ഒരാൾ വന്നിട്ടുണ്ട്. അഹല്യ കൺഫ്യൂസ്ഡ് ആയി. നേരത്തെ വന്നത് ആരാ?
എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് വട്ടുണ്ടോ? നിങ്ങളല്ലേ ഇപ്പം വന്നു, നിങ്ങൾക്കല്ലേ ഞാൻ പാല് എടുത്തു തന്നത്, നിങ്ങളല്ലേ എൻ്റെ കയ്യിൽ നിന്ന് പാല് വാങ്ങിച്ച് കുടിച്ചത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഗൗതമ മഹർഷിക്ക് എന്തോ സംതിങ് ഹാപ്പൻഡ്, സം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈസ് ഹാപ്പൻഡ്. അങ്ങനെ ഗൗതമ മഹർഷിക്ക് ഇങ്ങനെ ആലോചിച്ചു. ഗൗതമ മഹർഷിക്ക് ഇങ്ങനെ മൈൻഡ് കാണാൻ പറ്റും. നോക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും CCTV വന്നതുപോലെ കാണാൻ പറ്റി. CCTV ഉടനെ ഗൗതമ മഹർഷിക്ക് മൈൻഡിൽ ബ്രെയിനിൽ CCTV വർക്ക് ചെയ്തു. CCTV വർക്ക് ചെയ്തപ്പോൾ അവിടെ ഞാൻ കുളിക്കാൻ പോയ സമയത്ത് അവിടെ ഇന്ദ്രൻ വന്നു. എൻ്റെ വേഷത്തിലാണ് വന്നത്. അതറിയാതെ അഹല്യ ഇന്ദ്രനെ സൽക്കരിച്ചു, വെൽക്കം ചെയ്തു, പാലൊക്കെ കൊടുത്തു. എനിക്ക് തരേണ്ട പാല്, ഹസ്ബൻഡിന് തരേണ്ട പാലെടുത്ത് ആർക്കും എടുത്തു കൊടുത്തു? ഈ ഇന്ദ്രൻ എടുത്തു കൊടുത്തു. ഗൗതമമുനിക്ക് വളരെ ദേഷ്യം വന്നു. നീ മനസ്സിലാക്കേണ്ടതായിരുന്നു, ഞാൻ എന്നും നിന്റെ കൂടെയാണ്, ഞാൻ എന്നും കുളിക്കാൻ പോകും, ഞാൻ എന്നും ഈ സമയത്താണ് തിരിച്ചു വരുന്നത്. നിനക്ക് എന്തുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റിയില്ല? നിനക്ക് എന്തുകൊണ്ടത് ബ്രെയിൻ വർക്ക് ചെയ്തില്ല? ഇത് ഞാനല്ല എന്ന് ചിന്തിച്ചില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ കഷ് ചെയ്യുന്നു, നിന്നെ ശപിക്കുന്നു. നീ ഒരു പാറയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു, ഒരു മൗണ്ടൻ ആയിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു, ഒരു ശിലയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു. അഹല്യക്ക് ഭയങ്കര സങ്കടം വന്നു. വിഷമിച്ച് അഹല്യ പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തതാണ്. അപ്പം ഗൗതമ മഹർഷി പറഞ്ഞു, നീ അറിയാതെ ചെയ്തതാണെങ്കിലും തെറ്റ്, റോങ് ഈസ് റോങ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ പക്ഷേ പറഞ്ഞു, ഓക്കെ, നിനക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മോക്ഷം തരാം, ഒരു ഉപായം ഞാൻ പറഞ്ഞു തരാം, ഒരു മെഡിസിൻ ഞാൻ പറഞ്ഞു തരാം, ഒരു ഗൈഡ് ലൈൻ തരാം. എല്ലാത്തിനും ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഞാനൊരു ഗൈഡ് ലൈൻ തരാം. ആ ഗൈഡ് ലൈൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും പാറയിൽ നിന്ന് വീണ്ടും അഹല്യയായിട്ട് മാറാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, അത് എഗ്രീഡായി. ഓക്കെ, ശരി. അങ്ങനെ ഗൈഡ് ലൈൻ എന്താണ് പറഞ്ഞത്? നീ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ത്രേതായുഗം, ഇപ്പൊ സത്യയുഗമാണ്, ദ്വാപരയുഗം കഴിഞ്ഞിട്ട് ത്രേതായുഗം വരും. ഇനിയൊരു യുഗമുണ്ട്. ആ യുഗവും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ യുഗം വരും. ത്രേതായുഗം വന്നിട്ട് ശ്രീരാമന്റെ കാലുകൊണ്ട് സ്പർശനം കിട്ടുമ്പോൾ, ടച്ച് കിട്ടുമ്പോൾ, ആ ടച്ചപ്പ് ഉണ്ടല്ലോ, ആ ടച്ചിങ് കിട്ടുമ്പം നിനക്ക് അഹല്യയായിട്ട് തിരിച്ചു വരാമെന്ന്. ശരി, ഞാൻ അത്രയും വർഷം പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഓക്കെ, അങ്ങനെ പ്രാർത്ഥിച്ചു. വാൽമീകി മഹർഷി പ്രാർത്ഥിച്ചതുപോലെ രാമ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ ശ്രീരാമചന്ദ്രൻ ആകെ വിഷമമായി. അറിയാതെ ചെയ്ത തെറ്റാണ് അഹല്യ. ഈ അഹല്യക്ക് ഇത്രയും വലിയ തെറ്റ് ശിക്ഷ കൊടുക്കണോ? എത്ര വർഷം, എത്ര കോടി വർഷം നിൽക്കണം? പറ്റില്ല. ശ്രീരാമചന്ദ്രൻ വിചാരിച്ചു പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ത്രേതായുഗത്തിലല്ലേ ശ്രീരാമചന്ദ്രൻ വരേണ്ടത്. ശ്രീരാമചന്ദ്രൻ ആ വർഷം കാത്തു നിൽക്കാതെ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് കയറി ദ്വാപരയുഗത്തിനെ എടുത്തു മാറ്റിയിട്ട് ഓവർലാപ്പായി നേരെ ത്രേതായുഗം കൊണ്ടുവന്നു. ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ വന്നു. ഒരു യുഗത്തിനെ തള്ളി നീക്കി മൂന്നാമത്ത് കൊണ്ടുവന്നു. ആർക്ക് വേണ്ടിയിട്ട്? അഹല്യക്ക് വേണ്ടിയിട്ട്. ഒരു ഡിവോട്ടിക്ക് വേണ്ടിയിട്ട് ഒരു യുഗത്തിനെ എടുത്ത് മാറ്റി ഒരു യുഗം നേരത്തെ വന്നു ഇല്ലേ? ദിസ് ഈസ് ദ സെക്കൻഡ് എവിഡൻസ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കേൾക്കും. ഒരു യുഗത്തിനെ ഫുള്ള് കോടിക്കണക്കിന് വർഷത്തെ എടുത്ത് മാറ്റിയിട്ട് വന്നു ത്രേതായുഗത്തിലോ. അപ്പൊ മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. അപ്പം രാമായണത്തെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് സംസാരിക്കാൻ പറ്റും? എത്രയോ പോയിന്റ്സ് പറഞ്ഞു. ഇന്ന് നമ്മൾ കവർ ചെയ്തു അഹല്യാമോക്ഷം. ഏതാണ് കവർ ചെയ്തത്? അഹല്യാമോക്ഷം. രാമായണം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? രാമായണ പാരായണം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 7 ദിവസമായി ഇല്ലേ? ഒരാഴ്ച.
ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു നമുക്ക് വേറൊരു ഗുരു പൂജ ഉണ്ട്, അതിനു വേണ്ടിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കഴിഞ്ഞു, സ്റ്റോറി കഴിഞ്ഞു. ഇനി ബ്രീത്ത് എക്സർസൈസ് ഒക്കെ ഉള്ളു. സ്റ്റോറി കഴിഞ്ഞു. താങ്ക് യു. അപ്പം സ്റ്റോറി കഴിഞ്ഞു. ആ ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞു. അല്ല, ഇപ്പൊ ഇന്ദ്രനായിരുന്നല്ലോ മറ്റേ വേഷം മാറി വന്നത് അഹല്യന്റെ അടുത്ത്. അപ്പൊ ഇന്ദ്രന് ശാപം കൊടുത്തിരുന്നോ? ഇന്ദ്രന് ശാപം കൊടുത്തിരുന്നോ? ഇന്ദ്രന് എപ്പോഴും ശാപം കിട്ടും. ഇന്ദ്രന് ഇതേ പണിയുള്ളൂ. ഇന്ദ്രന് എപ്പോഴും ശാപം കിട്ടും. ഇന്ദ്രനും ശാപം കിട്ടും. ഇന്ദ്രനും ശാപം കിട്ടും. ഇന്ദ്രന് ആ കാണുന്നതിന്റെ കൂടെ ഒക്കെ അങ്ങ് പോവാൻ തോന്നുന്നു കേട്ടോ. അത് ഇഷ്ടമാണ്. ഐസ്ക്രീം വരുമ്പോ ഐസ്ക്രീം കഴിക്കാൻ തോന്നും ഇന്ദ്രന്. അപ്പം ഇന്ദ്രന്റെ സ്വഭാവമാണ്. അപ്പൊ ഇന്ദ്രൻ എപ്പോഴും പാഴ്സായി. ഒരിക്കലും ഇന്ദ്രന് ശാപം കിട്ടിയിട്ട് എന്താ കിട്ടിയെന്ന് അറിയാമോ? ഇന്ദ്രൻ ആ കഥ പിന്നെ പറയാം. എന്താണ് സംഭവിച്ചത്? പന്നിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? പിഗ്. പിഗ് അല്ലേ? പിഗ്ഗായിട്ട് മാറി. ഇന്ദ്രന് ശാപം കൊടുത്തു, നീ പിഗ്ഗായി പോകട്ടെ, നീ പിഗിനെ പോലെ പെരുമാറി, നീ പിഗ്ഗായി പോകട്ടെ എന്ന് ഭൂമിയിലേക്ക് പിഗ് പോലെ വന്നു. എന്നിട്ട് എന്താ പിഗ് ചെയ്തേ? പിഗിന്റെ ആഹാരം പുല്ല് മാത്രമല്ല, ഹ്യൂമൻ വേസ്റ്റ്, മനുഷ്യന്റെ വേസ്റ്റ്, അതും കഴിക്കും. അപ്പം ഇങ്ങനെ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ നമ്മുടെ യമരാജിന്റെ സെക്രട്ടറി ഉണ്ട്. യമരാജന്റെ സെക്രട്ടറി ചിത്രഗുപ്തൻ ഓക്കെ പറഞ്ഞു, നിന്റെ സമയമായി ഭൂമിയിലെ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞു. ഇത് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഞാനിപ്പം വരുന്നില്ല, ഭയങ്കര ടേസ്റ്റ്, ഞാൻ കഴിച്ചോണ്ടിരിക്കട്ടെ, ഇത് കഴിച്ചു തീർന്നിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അബദ്ധം പറ്റുന്നുണ്ട്. ഭയങ്കര. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല കോൺഷ്യസോട് കൂടി പോകണമെന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ രാഹുൽ, ക്ലിയർ ആയോ ഡൗട്ട്? ക്ലിയർ ആയി. അപ്പം ഇതാണ്. ഇനി നമുക്ക് അടുത്തൊരു ബ്രീത്ത് കൗണ്ട് ചെയ്യാം. ഓക്കെ, ആരെങ്കിലും രാമായണം 7 ദിവസത്തെ രാമായണത്തില് ഈ ലാസ്റ്റ് 7 days സമ്മറി പറയണം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും? യെസ്, അപർണേഷന് പറയാൻ പറ്റും. എത്ര പേർക്ക്? രാഹുൽ എന്തേ പറയാൻ പറ്റില്ലേ? യെസ്. അഭിനവ് പറയാൻ പറ്റില്ലേ? ഇല്ലേ? പറ്റും. അനവി പറയുമല്ലോ, പിന്നാണോ അഭിനവ്? ബുക്ക് ഇങ്ങനെ കാണിച്ചു. ആദ്യ പറയില്ലേ? യെസ്. ചാരുത, കഥകൾ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ദേവദർശ് വരൂ വീഡിയോയില്. അവിയാൻ മനസ്സിലായോ കഥകള്? യെസ്, വെരി ഗുഡ്. ഓക്കെ. ദേവദർശി സൂപ്പർ. തൊപ്പിയൊക്കെ ആയിട്ടാണല്ലോ ഇറങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ഉറങ്ങിപ്പോയി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. വാസുദേവ് ഉണ്ടോ അവിടെ? വാസുദേവ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഉണ്ട് പ്രഭു, ഇതായിരിക്കുന്നു. വാസുദേവ് കഥ കേട്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ വരും. രാമായണത്തിലെ എക്സാം ബേസ് ചെയ്തിട്ട് 2 എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഒന്ന് ലവകുശന്മാരുടെ, 2 അഹല്യാദേവിയുടെ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ബ്രീത്ത് കൗണ്ട്. അപ്പൊ ഇന്ന് നമുക്കൊരു ബ്രീത്ത് കൗണ്ട് 15 ആക്കാം. ഓക്കെ, 9:40 ആയി. ഓക്കെ ഓക്കെ, എഗ്രി? യെസ്. അനബി എനിക്ക് മെസ്സേജ് അയച്ചു, ഇന്ന് 15 മതി എന്ന്. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, നമ്മൾ ബ്രീത്ത് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയ ആൾക്കാർ വന്നാൽ ശ്രദ്ധിക്കണം, നമ്മൾ ബ്രീത്ത് കൗണ്ട് ചെയ്യുന്നത് ഇൻഹേല് ഫുൾ ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കും മൂക്കുകൊണ്ട്, പിന്നെ നമ്മൾ താഴോട്ട് ഹരേ കൃഷ്ണ മഹാ ചൊല്ലി വിടും. ഓക്കെ,
ആ ഋഷികേശ് എന്താ പറഞ്ഞേ? 55 right count. ഇന്ന് 15. 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഒന്നായി. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ 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 ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ 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 ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. അല്ല ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് ഇന്ന് ചോദിച്ചത് ഇന്ന് കിസ് ഉണ്ടോ പ്രസന്റേഷൻ ഉണ്ടോ? പ്രസന്റേഷൻ ഉണ്ട് കിസ്സും ഉണ്ട്. ഓക്കെ, രണ്ടും നമുക്ക് ചെയ്യാം. ഓക്കെ, നോ ഇഷ്യൂ.
സർ ഞാൻ പ്രസന്റേഷൻ ഋഷികേഷ്. പ്രസന്റേഷൻ കിസ് അഭിനവ് കിസ് ചെയ്യാന്ന് പറഞ്ഞോ? ഓക്കെ, അപ്പൊ കിസ് അത് കഴിഞ്ഞിട്ട് പ്രസന്റേഷൻ. ഓക്കെ, എഗ്രി? അഗ്രി. യെസ്. ഓക്കെ, നമ്മൾ നേരെ കിസ്സും ചെയ്യും പ്രസന്റേഷനും ചെയ്യും. വെരി ഗുഡ്. Abhinav, you can share the quiz. Okay, 1 minute. Give me 1 minute. ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, എടുത്തു. അപ്പൊ ആദ്യം ഏതാ ചെയ്യുന്നത്? ഷെയർ സ്ക്രീൻ. ലിങ്ക് ഇട്ടില്ലല്ലോ. ഒരു മിനിറ്റ് ഞാൻ എവിടെ കേൾക്കാം. ഷെയറാ ഇല്ലേ? ഓപ്പൺ ആയില്ല, അതുകൊണ്ട് അതൊന്ന് ഓപ്പൺ ആക്കി. ഒരു മിനിറ്റ്. സർ ഞാൻ സർ അഭിനവ് ക്വിസ് എന്നിട്ട് ഋഷികേഷ് പ്രസന്റേഷൻ. യെസ്, നോ ഇഷ്യൂ. വെരി ഗുഡ്. ഓക്കെ, നവി ചേട്ടന്റെ ചെവിക്ക് ഒരു തിരി കൊടുക്കുക. അപ്പൊ റെഡിയാവും. അപ്പൊ ശരിയാവും. ആകെ കൺഫ്യൂസ്ഡ് ആയല്ലോ അല്ലേ? ഓക്കെ, അവനവ് റെഡി ആകുമ്പോഴത്തേന് ചാരുത അമ്മ എവിടെ? അമ്മ എവിടെയുണ്ട്? കണ്ടില്ലല്ലോ.